യേശു പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോഴർക്ക് ഉപവസിക്കാൻ സാധിക്കുമോ? മണവാളൻ കൂടെയുള്ളിടത്തോളം കാലം അവർക്ക് ഉപവസിക്കാൻ സാധിക്കില്ല. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ തിരുവചനം നമ്മെ നയിക്കുന്നത് നമ്മുടെ ആത്മീയ മണവാളനായ ഈശോയിലേക്കാണ്. ഈശോയുമായി ആഴമായ ബന്ധത്തിലായിരിക്കുന്നവർക്ക് എപ്പോഴും ആനന്ദിക്കാൻ സാധിക്കും. ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളും ദുരിതങ്ങളും നഷ്ടങ്ങളും സംഭവിച്ചാലും ദൈവത്തിൽ ആനന്ദിക്കാനും അവയിലെല്ലാം ദൈവകരം തിരിച്ചറിയുവാനും നമുക്ക് സാധിക്കണമെങ്കിൽ ഈശോയുമായി ആഴമായ ഒരു ഹൃദയബന്ധം നമുക്കുണ്ടാകണം. തമ്പുരാൻ എപ്പോഴും നമ്മോട് വിശ്വസ്തനാണ്. എന്നാൽ നമ്മുടെ പാപബന്ധനങ്ങളും ദുർമോഹങ്ങളും നമ്മെ ഈശോയിൽ നിന്നും അകറ്റാൻ കാരണമായിട്ടുണ്ടാകാം. ഈ മേഖലകളെയെല്ലാം കണ്ടെത്തി അവയിൽ നിന്നും പൂർണ്ണമായും പിന്തിരിഞ്ഞ് ഈശോയെ നമ്മുടെ ആത്മനാഥനായി നമുക്ക് സ്വീകരിക്കാം. ഈശോ നമ്മുടെ ഹൃദയങ്ങളിൽ വസിച്ചാൽ പിന്നെ യാതൊന്നിനെക്കുറിച്ചും ആകുലതയില്ലാതെ എപ്പോഴും സന്തോഷത്തിലും ആനന്ദത്തിലും ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. ഈശോ നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കാൻ നമുക്ക് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.